ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇവരാണ് ടോപ്പ് 10 മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു. എന്താ അല്ലേ, ടോപ്പ് 10 പലരും വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവരൊന്നും വരാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത 1-2 പേര് വന്നിട്ടുണ്ട്. ബാക്കി ഉള്ളവരൊക്കെ കറക്റ്റ് ആണ്. ബിഗ് ബോസ് എന്നാണല്ലോ അങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്തു. ടോപ്പ് 10 മത്സരാർത്ഥികൾ ഇവരാണ്. ഈ 3 ആഴ്ചകൾക്കപ്പുറം ഫിനാലെ എന്നുള്ളൊരു വലിയ വേദി നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് പറയുന്നു. ഒക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്നുണ്ട്. അനീഷ് മുന്നോട്ട് വന്നു നിന്ന് ഷാനവാസിനെയാണ് കേട്ടോ ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യനുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആ ഒരു വഴക്ക്, അനാവശ്യ വഴക്കായിരുന്നു തന്നെ പറയുന്നുണ്ട്. ആ ഒരു വഴക്കിൽ ഫിസിക്കൽ അഗ്രഷൻ കാഴ്ചവെച്ച ആ ഒരു റീസൺ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുള്ളംകൊല്ലി വേലായുധൻ പുലിമുരുകനായിട്ട് മാറിയ ആ ഒരു കാര്യവും, പിന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു, സീക്രട്ട് ടാസ്ക് കൊളവാക്കി, അങ്ങനെയുള്ള 2-3 റീസൺസ് നിരത്തി അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു. അതിഗംഭീരമായിരുന്നു കേട്ടോ അനീഷ് നോമിനേഷൻസ്. പ്രേക്ഷകര് ഒരു വിഭാഗമെങ്കിലും പറയുന്ന കാര്യങ്ങളാണ് അത്. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലാതെ ഉള്ളവര്, നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അനീഷ പറഞ്ഞത്. പിന്നെ നൂറെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനാക്റ്റീവായി നിൽക്കുന്നു, ഗെയിമിനോട് ഒരു നീതിയും പുലർത്താതെ ടൈം പാസ് കളിച്ച് ഡംഷറാജ് കളിച്ച് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് അനീഷ് പറഞ്ഞ റീസൺസ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.